ഹലോ, ഇന്ന് രാവിലെ എഴുന്നേറ്റപ്പോൾ തന്നെ നല്ല അടിപൊളി മഴ. അപ്പോൾ ഞങ്ങൾ വിചാരിച്ചു ഒന്ന് അതിരപ്പള്ളി വരെ പോയിട്ട് വന്നാലോ എന്ന്. ഞങ്ങളങ്ങനെ നേരെ ആതിരം പിക്ക് ചെയ്യാനായിട്ട് ആതിര വീട്ടിലേക്ക് പോയി. ആതിര മാത്രമല്ല കേട്ടോ, ആതിര മാമനും ആതിര സിസ്റ്ററാൻ്റെയും ചേട്ടനൊക്കെ ഉണ്ടായിരുന്നു ഞങ്ങളുടെ കൂടെ. അങ്ങനെ ഞങ്ങൾക്ക് ടാറ്റൊക്കെ തന്ന ഇവർ ഞങ്ങളെ യാത്രയാക്കി. മഴ ആയതുകൊണ്ട് പോകുന്ന വഴിയൊക്കെ സൂപ്പറായിരുന്നു കാണാനായിട്ട്. നല്ല പച്ചപ്പും കാര്യങ്ങളൊക്കെ ആയിരുന്നു. ആദ്യം ഭയങ്കര എക്സൈറ്റഡ് ആയിരുന്നു ഈ ട്രിപ്പിൽ. അവൻ ആദ്യമായിട്ട് അതിരപ്പള്ളി കാണാൻ പോവാണ്. സോ അതിൻ്റേതായ എക്സൈറ്റ്മെൻറ്റ് അവൻ്റെ മുഖത്തും അവൻ്റെ പെരുമാറ്റത്തിലൊക്കെ ഉണ്ടായിരുന്നു. മഴ ആയതുകൊണ്ട് വ്യൂ ഒരു രക്ഷയുണ്ടായിരുന്നില്ല. ഇത് ആദ്യയുടെ അച്ഛനും ചേച്ചിയും ഉണ്ണിക്കുട്ടൻ ചേട്ടനൊക്കെ ആയിരുന്നു കേട്ടോ. ഫോട്ടോഷൂട്ടിൻ്റെ സെക്ഷനാണ്. ഇത് ആദ്യയുടെ സ്വന്തം സിസ്റ്ററാൻ്റെയും അപ്പുമാമനും. അങ്ങനെ ഞങ്ങൾ കുറേ ഫോട്ടോസും കാര്യങ്ങളൊക്കെ എടുത്ത് കുറച്ച് നേരം അവിടെ സ്പെൻഡ് ചെയ്തു. കുറച്ചങ്ങ് കഴിഞ്ഞപ്പോൾ മഴ പെയ്തു. ഞങ്ങൾ പിന്നെ നമ്മുടെ ട്രെൻഡിങ് കോട്ടൊക്കെ ഇട്ട് നമ്മൾ സെറ്റായിരുന്നു. വ്യൂ കാണാനായിട്ട് നടക്കേണ്ട എല്ലാവരും. നമ്മളെവിടേക്കാണ് വന്നേക്കണമെന്ന് ചോദിച്ചപ്പോൾ ആതിര മറുപടി ഉണ്ടാക്കി കേട്ടത്. പല കളർ കോട്ടായതുകൊണ്ട് തന്നെ കാണാൻ നല്ല രസമുണ്ടായിരുന്നു എല്ലാവരും. വ്യൂ കാണാൻ പൊളിയായതുകൊണ്ട് തന്നെ ഞാൻ ക്യാമറ മറച്ചും തിരിച്ചൊക്കെ വീഡിയോ എടുത്ത് കൂട്ടിയിട്ടുണ്ട്. ഇത് ഞാൻ നേരത്തെ പരിചയപ്പെടുത്തിയില്ലേ, ആതിര സിസ്റ്ററാൻ്റെയും അപ്പുമാമയും. ഇനി ഞങ്ങളുടെ കുറച്ച് ഫോട്ടോഷൂട്ട്. വ്യൂ പറയാനില്ല, നിങ്ങൾക്ക് കാണുമ്പോൾ മനസ്സിലാവില്ല എന്താ വ്യൂ എന്ന്. എന്ത് ഭംഗിയായിരുന്നു എന്നറിയോ കാണാനായിട്ടത്. ഞങ്ങളങ്ങനെ കുറച്ച് നേരം അവിടുത്തെ വ്യൂവിൽ കുറച്ച് ഫോട്ടോസും കാര്യങ്ങളൊക്കെ എടുത്ത് നമ്മുടെ ശരിക്കുള്ള വ്യൂവിലേക്ക്, എന്താ സ്വർഗത്തിലേക്ക് എത്തിയ പോലെയായിരുന്നു. എന്ത് ഭംഗിയായിരുന്നു എന്നറിയാം കാണാനായിട്ടത്. മഴയും വെള്ളച്ചാട്ടത്തിൻ്റെ ആ ഒരു ഇതടിച്ചിട്ടൊക്കെ, മഴയാണോ വെള്ളച്ചാട്ടമാണോ എന്താണെന്ന് മനസ്സിലാവാൻ പറ്റാത്തൊരവസ്ഥയായിരുന്നു. ആദ്യം അത്ര എക്സൈറ്റഡ് ആയിരുന്നു കേട്ടോ എല്ലാവരും. ആദ്യം മാത്രമല്ല, എല്ലാവരും എക്സൈറ്റഡ് ആയിരുന്നു. പക്ഷെ കണ്ടു നിൽക്കാനുണ്ടായിരുന്നു. ശരിക്കും നമ്മൾ അതിരപ്പള്ളി വിസിറ്റ് ചെയ്യേണ്ടത് ഈ ഒരു ക്ലൈമറ്റിലാണ്. ഒരിക്കലും മറക്കാൻ പറ്റില്ല. ഞങ്ങളങ്ങനെ മനസ്സില്ലാ മനസ്സോടെ അവിടെ നിന്ന് കയറി ചാർപ്പ വെള്ളച്ചാട്ടം കാണാനായിട്ട് വന്നു കേട്ടോ. മഴ ആയതുകൊണ്ട് അവിടെയും കാണാൻ വളരെ ഭംഗിയുണ്ടായിരുന്നു. ഇനി കുറച്ച് ഫോട്ടോസ് ആവാം. ഞങ്ങൾ ഇവിടെ കുറച്ച് ഫോട്ടോസ് ഷൂട്ടും കാര്യങ്ങളൊക്കെ ചെയ്ത് കുറച്ച് നേരം അവിടെ തട്ടിമുട്ടിയൊക്കെ അങ്ങനെ നിന്നു. ഇനി കുറച്ച് നേരം ഞങ്ങളുടെ വക കുറച്ച് ഫോട്ടോഷൂട്ടും കാര്യങ്ങളും. ഇനി മാമൻ്റെയും മോൻ്റെയും കുറുമ്പും സ്നേഹവും കെട്ടിപ്പിടുത്തവും ഉമ്മയൊക്കെ കാണാം. ഞങ്ങളങ്ങനെ പതിയെ നേരെ അവിടെ നിന്ന് വിട്ട് നേരെ തുമ്പൂർമുടിയിലേക്ക്. ഈ നടന്നു വരുന്നത് ആദിക്കുട്ടൻ്റെ സ്വന്തം ഉണ്ണിക്കുട്ടനാണ് കേട്ടോ. ഉണ്ണിക്കുട്ടനെ പറ്റി പറയാനാണെങ്കിൽ കുറേ ഉണ്ട്. അതുകൊണ്ട് തന്നെ അടുത്ത വീഡിയോയിൽ വിശദീകരിച്ച് പറയാതൊക്കെ. ചിറാപ്പുഞ്ചി മഴയത്ത് നിലാവഞ്ചി തുഴഞ്ഞത്ത്, ചിറാപ്പുഞ്ചി മഴയത്ത് നിലാവഞ്ചി തുഴഞ്ഞത്ത്, ചിറാപ്പുഞ്ചി മഴയത്ത് നിലാവഞ്ചി തുഴഞ്ഞത്ത്, ചിറാപ്പുഞ്ചി മഴയത്ത് നിലാവഞ്ചി തുഴഞ്ഞത്ത്. പുതിയ യാത്രകളും ആസ്വദിക്കുന്നതിനേക്കാളും സുഖമാണ് തിരിച്ച് സ്വന്തം നാട്ടിലേക്കുള്ള യാത്ര. അതുകൊണ്ട് ഞങ്ങൾ പതിയെ ഞങ്ങളുടെ നാട്ടിലേക്ക്, കൊടുങ്ങല്ലൂരിലേക്ക്. അപ്പോൾ എൻ്റെ വീഡിയോ ഇഷ്ടമായെങ്കിൽ എല്ലാവരും ലൈക്ക് ചെയ്യുക, കമൻറ്റ് ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക, ഷെയർ ചെയ്യുക. അപ്പോൾ അടുത്ത വീഡിയോയിൽ കാണാം. ബൈ ഫ്രം സിംപ്ലി സിമ്പിൾ ലൈഫ്.